എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NDPC അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും, എനിക്ക് ടൈപ്പിംഗ് സ്കില്ലില്ല, അപ്പോൾ എനിക്ക് ഏത് സോൺ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നോർത്ത് ഇന്ത്യയിൽ നല്ലോണം വേക്കൻസി ഉണ്ട്, അവിടെ വെച്ചാൽ ഞാൻ സേഫ് ആയിരിക്കുമോ അതോ കോമ്പറ്റീഷനൊക്കെ കടുക്കും, പിന്നെ അത് കഴിഞ്ഞ് വിഷൻ പ്രോബ്ലം ഉണ്ട്, സോ എനിക്ക് ഏത് പോസ്റ്റാണ് നല്ലത്, ഗേൾസിനാണെങ്കിൽ ഏത് പോസ്റ്റിനാണ് നല്ലത്, വേക്കൻസി കുറവല്ലേ, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ഏത് സോണാണ് ഏറ്റവും മികച്ചത്, ദെൻ ഭാവിയിൽ എങ്ങനെയായിരിക്കും വേക്കൻസി കൂടുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്, പിന്നെ അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് ഏത് സോണാണ് കുറച്ചും കൂടെ സേഫ്, ദെൻ നോർത്ത് ഇന്ത്യയിൽ പോയാലും വല്ല രക്ഷയുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ RRBയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 9-ന്, അതായത് ഒക്ടോബർ 9-ന് നമ്മൾ NDPCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് 200+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പൊളി ക്ലാസ്സുകളായിരിക്കും. പിന്നെ ഞാനാണ് നിങ്ങളുടെ മെൻറ്റർ. ആസ് യൂഷ്വൽ കൂടെ തന്നെ കാണും, അടിപൊളി ക്ലാസ് ആയിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും എല്ലാം അതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്പർ തരാം, അതിനകത്ത് കോൺടാക്ട് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു. പ്രധാനമായിട്ടും 4 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഒന്നാമത്തേത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, രണ്ടാമത്തേത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, മൂന്നാമത്തേത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, നാലാമത്തേത് ട്രെയിൻസ് ക്ലർക്ക്. അങ്ങനെ 4 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിലെ വേക്കൻസിയെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമേ ഇതിനകത്ത് ലെവൽ 3 ആയിട്ടുള്ള സാലറി സ്കെയിൽ വരുന്നുള്ളൂ. ലെവൽ 3 പോസ്റ്റാണത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ബാക്കിയെല്ലാം തന്നെ ലെവൽ 2 പോസ്റ്റുകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 പോസ്റ്റുകൾക്കും സ്പെക്സ് വയ്ക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് സ്പെക്സ് വയ്ക്കുന്നു, നിങ്ങൾ A3 മാത്രമേ 2D സ്പെക്സിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം 4D വരെ എന്ത് ചെയ്യാം, ഓക്കെയാണ്. അപ്പോൾ സ്പെക്സ് വയ്ക്കുന്നവർക്കും വയ്ക്കാത്തവർക്കും എല്ലാം എന്ത് ചെയ്യാം, ഈ പോസ്റ്റുകളിലേക്ക് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഏജ് ലിമിറ്റ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ കോവിഡിന് മുമ്പാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആയിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ 3 വയസ്സ് ഉയർത്തിയിട്ടുണ്ട്. 33 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 38 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 361 വേക്കൻസി ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 990 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 72 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 3445 വേക്കൻസിയാണ് ആകെ വരുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങളെല്ലാവരും ചിന്തിക്കും, വേക്കൻസി കുറവല്ലേ, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, ഫസ്റ്റ് വൺ ഒന്നാമത്തേത് ALP വേക്കൻസി കൂട്ടിയിട്ടുണ്ട്. മെനഞ്ഞാന്ന് ടെക്നീഷ്യൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നീഷ്യനും വേക്കൻസി കൂട്ടിയിട്ടുണ്ട്. അതായത് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ കുറവാണ്, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, വേക്കൻസി വളരെ വലിയ വേക്കൻസി വരേണ്ടതുണ്ട്. സോ അവരെന്ത് ചെയ്തു, വേക്കൻസി കൂട്ടിക്കൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തു, മെനഞ്ഞാന്ന് പുറത്തിറക്കി. അന്ന് അപ്ലൈ ചെയ്യാത്തവർക്കും എന്ത് ചെയ്യാം, വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഭാവിയിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാം വേക്കൻസി അങ്ങ് കൂടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ പരീക്ഷ നടക്കാനായിട്ട് ഇപ്പോൾ RPFൻ്റെ എക്സാം എടുത്ത് വരാൻ പോവുകയാണ്, ALP വരാൻ പോവുകയാണ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മുടെ JEയുടെ എക്സാം വരാൻ പോവുകയാണ്, ടെക്നീഷ്യൻ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് എക്സാം കാണത്തുള്ളൂ, NDPCയുടെ എക്സാം കാണത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും NDPCയുടെയൊക്കെ എക്സാം നടക്കാനായിട്ട് അടുത്ത വർഷം 2025 ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലൊക്കെ ഇതിൻ്റെ CBT 1 എക്സാം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നല്ലോണം നമുക്ക് എന്തുകൊണ്ട്, നമുക്ക് സമയമുണ്ട്. അവിടെ ഇതിൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ CBT 1 കഴിയണം, CBT 2 കഴിയണം, പിന്നെ അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിയണം, മെഡിക്കൽ കഴിയണം. ഇതെല്ലാം കഴിഞ്ഞ് വരാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എന്ത് ചെയ്യും, സമയമെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വേക്കൻസി എന്ത് ചെയ്യും, കൊണ്ടങ്ങ് ഉയരും. മാത്രമല്ല 5 വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. സ്വാഭാവികമായിട്ടും വേക്കൻസി എന്ത് ചെയ്യാം, മേളിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ വേക്കൻസി എന്ത് ചെയ്യേണ്ട, നോക്കണ്ട, അപ്ലൈ ചെയ്തേക്കുക. അപ്ലൈ ചെയ്താൽ നമുക്കൊരു നഷ്ടം ഇതിനകത്ത് വരാൻ പോകുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 400 രൂപ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഫീമെയിൽ ആണെങ്കിലോ OBC
സി ആണെങ്കിലോ അല്ലെങ്കിൽ SC ST ആണെങ്കിലോ അടയ്ക്കുന്ന മുഴുവൻ കാശും എന്ത് ചെയ്യും CBT1 എക്സാം കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ആ ഒരു എന്താ പറയുക, അപ്പോൾ നമുക്ക് കാശൊന്നും നഷ്ടമായിട്ട് എന്ത് ചെയ്യേണ്ട, നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല, എല്ലാം എന്ത് ചെയ്യും, തിരിച്ചു വരും. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഈ OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വേണോ, SAST സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വേണോ, EWSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വേണോ? തീർച്ചയായിട്ടും വേണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വാലിഡിറ്റി അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. അപ്പോൾ ആ വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഓക്കെ. മാത്രമല്ല ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് എല്ലാ പോസ്റ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എനിക്ക് ടൈപ്പിംഗ് സ്കില്ല് ഒന്നും തന്നെ ഇല്ല, ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ഇല്ല, സോ എനിക്ക് ഈ ടൈപ്പിംഗ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരും അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ടൈപ്പിംഗ് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി കൂടുതൽ വരുന്ന ടൈപ്പിംഗ് പോസ്റ്റുകളാണ്. അവിടെ മനസ്സിലാക്കുക, നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യം നമുക്ക് വേണ്ട, പകരം നമുക്ക് എന്ത് മാത്രം മതി, സ്കില്ല് മാത്രം മതി. അതായത് ഈ നമ്മുടെ സ്കിൽ പ്രൂവ് ചെയ്യേണ്ട സമയത്ത്, സ്കിൽ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു മിനിറ്റിനകത്ത് ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ 30 വേർഡ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വേറെ ഒന്നിൻ്റെയും ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. ജസ്റ്റ് 1 മാസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ, 1 മാസം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ സ്കില്ല് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബാധിക്കുന്നൊരു പ്രശ്നമില്ല. എല്ലാവരും എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തേക്കാം. മറക്കരുത്, ഒരാൾക്ക് ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക, എല്ലാം എന്ത് ചെയ്യാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം പോസ്റ്റുകളിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. എന്ന് വെച്ചാൽ എക്സാം സെയിം ആണ്. ഇപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാം എഴുതാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. CBT1 എക്സാം ഗ്രാജുവേറ്റിനെല്ലാം എന്തായിരിക്കും, കോമൺ ആയിരിക്കും. CBT2 എക്സാം ആണെങ്കിലോ ഗ്രാജുവേറ്റിനെല്ലാം എന്തായിരിക്കും, കോമൺ എക്സാം ആയിരിക്കും, ഒറ്റ എക്സാം. അങ്ങനെ ഒന്നും CBT1ഉം CBT2ഉം കൂടെ ചേർത്ത് 2 എക്സാം മാത്രമേ കാണത്തുള്ളൂ എല്ലാ പോസ്റ്റുകൾക്കായിട്ട്. അതേപോലെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും വരുന്നത്. CBT1 എക്സാമും CBT2 എക്സാമും എന്തായിരിക്കും, അതിനകത്ത് CBT1 ഒരു എക്സാം ആയിരിക്കും, CBT2 മറ്റൊരു എക്സാം ആയിരിക്കും. എല്ലാ പോസ്റ്റുകൾക്കും ചേർത്ത് ഒരൊറ്റ എക്സാം ആയിരിക്കും വരുന്നത്. 1ഉം 2ഉം കൂടെ ചേർത്തിട്ട് 2 എക്സാം. അപ്പോൾ നമ്മൾ 4 പോസ്റ്റ് നമ്മൾ വച്ചാലും ഈ 4 പോസ്റ്റിന് സെപ്പറേറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഒറ്റ എക്സാമിന് എല്ലാം എന്ത് ചെയ്യും, അങ്ങ് തീരും. ഓക്കെ. അപ്പോൾ മറ്റൊരു ഡൗട്ട് ഇതിനകത്ത് വരാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എക്സാം എഴുതാൻ പോവേണ്ടി വരുമോ? ചിലപ്പോൾ നമുക്ക് പോവേണ്ടി വരും. കാര്യമെന്ന് വെച്ചാൽ റെയിൽവേയുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സോണിൽ തന്നെ എക്സാം സെൻറ്റർ വരണമെന്നൊരു നിർബന്ധമില്ല. ആ സോണിലോ അല്ലെങ്കിൽ അടുത്തുള്ള സോണിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പോവേണ്ടി വരാം. അത് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഏത് സോണാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അതിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് വൺ നോക്കുക, ഞാൻ പ്രധാനപ്പെട്ട 6 സോണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് സോണുകളുണ്ടെങ്കിലും ഈ 6 സോണുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. കാര്യം വേക്കൻസി കൂടുതലുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6 സോണുകളാണ് ഈ കാണുന്നത്. അതിനകത്ത് 4 സോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 3 സോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയാണ്. ബാക്കി മൊത്തം വരുന്നത് എങ്ങോട്ടാണ്, നോർത്തേൺ റീജിയനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് സോണാണ് നമുക്ക് സേഫ്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഒന്ന് മുംബൈ കൊൽക്കത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ പലർക്കും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രശ്നം ഒക്കെ എല്ലാവരും ചിന്തിക്കും, അങ്ങോട്ട് വേക്കൻസി ഭയങ്കര കൂടുതലല്ലേ, അവിടെ അപ്ലൈ ചെയ്താൽ പോരെ, ജോലിയല്ല ഏറ്റവും വലുത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അതേപോലെ പലരും ചിന്തിക്കുന്ന മറ്റൊരു ഫാക്ടറുണ്ട്, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിലേക്ക് നമുക്ക് പോയാൽ പോരെ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റ തവണ ഈ വിവേക് എക്സ്പ്രസ്സിലൊന്ന് കയറി നോക്കുക, നമ്മുടെ ആസാം വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കൾച്ചർ എന്താണ്, ആ ഭാഗത്തോട്ടുള്ള മൊത്തം കൾച്ചർ എന്താണ്, നോർത്ത് ഇന്ത്യൻ കൾച്ചർ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവിടെ ജോലി ഒട്ടും എന്തല്ല സെക്യൂർ അല്ല. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിലേക്ക് പോകുമ്പോൾ അവിടെ ജോലി ഒട്ടും തന്നെ എന്തല്ല സെക്യൂർ അല്ല. നമുക്ക് മനസ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് മടുത്ത് പോകും. മാത്രമല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു സോൺ നമ്മൾ ചൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഏത് സോൺ നമ്മൾ ചൂസ് ചെയ്താലും മിനിമം ഒരു 8-10 വർഷം കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് നമ്മുടെ സോണിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ കിട്ടിയ ഭാഗ്യമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ മറ്റൊരു സോൺ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറല്ല അങ്ങോട്ട്,
ഇപ്പോൾ നോർത്ത് ഇന്ത്യ ആയാലും ശരി തന്നെയാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എക്സാമിനൊന്ന് പറഞ്ഞ് പോയാൽ എന്ത് ചെയ്യും, ഇടിയും കൊണ്ട് നമ്മൾ തിരിച്ചു വരും, അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറാണ് നോർത്തേൺ റീജിയനിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് മൊത്തത്തിലൊക്കെ വരുന്നത്. അപ്പോൾ സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടും ബാക്കിയൊക്കെ ആയിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നോർത്തേൺ സൗണ്ടിലോട്ട് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക്, ഓക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നു, ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നോർത്തേൺ റീജിയനിലേക്ക് വയ്ക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 6 പ്രധാനപ്പെട്ട സോണുകൾ. നിങ്ങൾക്ക് മുംബൈയൊക്കെ പിന്നെ വയ്ക്കാം കേട്ടോ, വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, നോർത്തേൺ ഈ കൊൽക്കത്ത അങ്ങോട്ടൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും 6 സോണുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തേത് തിരുവനന്തപുരമാണ്. സോ തിരുവനന്തപുരം നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരൊറ്റ പോസ്റ്റ് മാത്രമേ കൂടുതൽ വേക്കൻസി ഉള്ളൂ, അതായത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഈ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ജോലി എന്താണെന്ന് വെച്ചാൽ TT ആവാം, നമ്മളെ പഴയ TT ഇല്ലേ, ടിക്കറ്റ് എക്സാമിനർ TT ആവാം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ജോലിയാവാം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. ഇതിനകത്ത് റണ്ണിങ് പോസ്റ്റായിട്ട് ഏത് മാത്രമേ ഉള്ളൂ, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമേ ഉള്ളൂ. അതായത് ട്രെയിനിൽ കയറി ജോലി ചെയ്യുന്ന പോസ്റ്റ്, അവിടെ ട്രാവലിംഗ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന ഒറ്റ പോസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമേ ഉള്ളൂ. ഇതൊരു ലെവൽ 3 പോസ്റ്റാണ്, ബാക്കിയെല്ലാം ലെവൽ 2 പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സാലറി ബാക്കി ആനുകൂല്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്ന ഇതിനായിരിക്കും കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിരിക്കും. കാരണം റണ്ണിങ് പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ റണ്ണിങ് അലവൻസും ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. ഏറ്റവും മികച്ച സാലറി കിട്ടുന്ന പോസ്റ്റ് ഇതിനകത്ത് ഏതാണ്, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. അവിടെ തിരുവനന്തപുരം നമ്മൾ നോക്കുകയാണെങ്കിൽ 102 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള പോസ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 2 ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ശോകമാണ്. അതിനകത്ത് അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഫസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ അവിടെ വേക്കൻസി വരുന്നത് എത്രയാണ്, 0 ആണ് വേക്കൻസി വരുന്നത്. അവിടെ ആ പോസ്റ്റ് പോലും അവിടെ ഇല്ല, പോസ്റ്റ് പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 9 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 1 വേക്കൻസി മാത്രമേ ഉള്ളൂ. സോ ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റാണ്, ഓഫീസിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന പോസ്റ്റാണ് ട്രെയിൻസ് ക്ലർക്ക് വരുന്നത്. ബാക്കി 3 ഓഫീസിനകത്ത് ഇരുന്ന് തന്നെ ചെയ്യുന്ന വർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സേഫ് സോണല്ല. നമ്മൾ തിരുവനന്തപുരം വച്ചാലും തിരുവനന്തപുരത്ത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരം, പാലക്കാട്, മധുര ഇതൊക്കെ വരുന്നത് ഈ ഡിവിഷനിലാണ് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, കേരളത്തിൽ തന്നെ നിൽക്കണം, ആ ഒരു ചിന്ത ഉള്ളവർ മാത്രമേ അപ്ലൈ ആവൂ, തിരുവനന്തപുരം അപ്ലൈ ആവൂ. കാര്യം വേക്കൻസി ഒരു പോസ്റ്റിന് മാത്രമേ ഉള്ളൂ, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് മാത്രമേ ഇവിടെ വേക്കൻസി ഉള്ളൂ, തിരുവനന്തപുരത്തുള്ളൂ. ഭാവിയിൽ എന്ത് ചെയ്യാം, കൂടാം, പക്ഷേ ഉറപ്പൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ, രണ്ടാമതായിട്ട് ഞാൻ ബാംഗ്ലൂർ എടുക്കുകയാണ്. സോ ബാംഗ്ലൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെക്കാളും ശോകമാണ് ബാംഗ്ലൂർ. ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഞാൻ പ്രിഫർ ചെയ്തത് ബാംഗ്ലൂരാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോൾ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ബാംഗ്ലൂർ പ്രിഫർ ചെയ്യത്തില്ല. കാര്യം ബാംഗ്ലൂരിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് 48 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ദെൻ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 5 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 7 വേക്കൻസി, ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് എവിടെ ഇല്ല, അവിടെ നമ്മുടെ ബാംഗ്ലൂരിലില്ല. ഓക്കെ, 0 ആണ് വേക്കൻസി, അവിടെ വരുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ അടുത്ത് ചണ്ഡീഗഡ്. സോ ചണ്ഡീഗഡ് നോക്കുകയാണെങ്കിൽ ചണ്ഡീഗഡിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചണ്ഡീഗഡ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വയ്ക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നോർത്തേൺ റീജിയനിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ്, നമുക്ക് ഒന്ന് അവിടെയൊക്കെ ആൾക്കാരെ ടിക്കറ്റ് എടുത്തു, അത്രയും മാത്രമേ പറയാൻ പറ്റൂ. മാത്രമല്ല അവിടെയൊക്കെ സ്ലീപ്പർ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങോട്ട് പോവുക, ബൈ, സുഖമാണോ, എല്ലാവർക്കും സുഖമാണോ, ഓക്കെ, അനുഗ്രഹിക്കണം, പുരുഷനെ അനുഗ്രഹിക്കണം, അത്രയും മാത്രമേ അവിടെ ഉള്ളൂ നോർത്തേൺ ഇന്ത്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ. പക്ഷേ ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ്, മസ്റ്റാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ചണ്ഡീഗഡ് ചൂസ് ചെയ്യാം. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ 91 വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 21 വേക്കൻസി ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 125 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 9 വേക്കൻസി ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് മുംബൈയിലാണ്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. എവിടെ വേണോ ഞാൻ പോകാം, ഞാൻ ധൈര്യശാലിയാണ്, എനിക്ക് എന്തും ഒരു പ്രശ്നമില്ല, എനിക്ക് അത്യാവശ്യം വിൽ പവറും ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർത്ത് ഇന്ത്യൻ സോൺ, അതായത് മുംബൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് മുംബൈയിലാണ്. പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നോക്കുകയാണെങ്കിൽ 497 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്, മുംബൈയിലുള്ളത്. ഏറ്റവും അധികം പോസ്റ്റ് വേക്കൻസി കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് 497 വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 45 വേക്കൻസി ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 147 വേക്കൻസി. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 10 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യ ചൂസ് ചെയ്യുകയാണെങ്കിൽ മുംബൈ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേക്കൻസി കൂടുമ്പോൾ കോമ്പറ്റീഷനും അവിടെ എന്തായിരിക്കും, അവിടെ ഹൈ ആയിരിക്കും.
ആ ഒരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, നല്ല കോമ്പറ്റീഷൻ മേലിലോട്ട് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞ് കൊൽക്കത്ത നോക്കുകയാണെങ്കിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് 118 വേക്കൻസി ഉണ്ട്. ദെൻ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 132 വേക്കൻസി ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 187 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 115 വേക്കൻസി ഉണ്ട്. സോ കൊൽക്കത്തയും വയ്ക്കാൻ വേക്കൻസി കൂടുതലുള്ള ഒരു സോൺ തന്നെയാണ്. പക്ഷേ അവിടുത്തെ പാടാണ്, നമുക്കൊക്കെ ജീവിക്കാൻ വളരെ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നല്ല പഠിക്കുന്നൊരു, അതായത് നല്ല പഠിക്കുന്ന ഞാൻ പറയുന്നില്ല, നല്ല പഠിക്കുന്ന കുട്ടിക്ക് തിരുവനന്തപുരം വെച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, എവിടെ പോകാൻ ഞാൻ വില്ലിങ് ആണ്. അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മുംബൈ അപ്ലൈ ചെയ്യാം. ഓക്കെയാണ്. പക്ഷേ വേക്കൻസി മാത്രം നോക്കി അപ്ലൈ ചെയ്താൽ അവിടെ കോമ്പറ്റീഷൻ എന്തായിരിക്കും, കൊണ്ട് മേലിലോട്ട് കയറും. എല്ലാവരും അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. മുംബൈ ചൂസ് ചെയ്യാം, പക്ഷേ വേക്കൻസി ഉണ്ട്, ജോലി ഉറപ്പായിട്ടും കിട്ടും. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ സൗത്തിൽ നിൽക്കാൻ നമ്മൾ വില്ലിങ് ആണ്. നമ്മുടെ നാട്, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിൽക്കാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, നമുക്ക് ചെന്നൈ നമുക്ക് ചൂസ് ചെയ്യാം. കാര്യം ചെന്നൈയിൽ അത്യാവശ്യം എല്ലാത്തിനും എന്തുണ്ട്, വേക്കൻസി ഉണ്ട്. അതായത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് 39 വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 28 വേക്കൻസി ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 126 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 1 വേക്കൻസി ഉണ്ട്. അപ്പോൾ ചെന്നൈക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സേഫാണ്, എല്ലാ പോസ്റ്റുകൾക്കും എന്തുണ്ട്, വേക്കൻസി ഉണ്ട്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെക്കാളും വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം ആണെങ്കിൽ നോക്കി ഒരു പോസ്റ്റിന് മാത്രമേ എന്തുള്ളൂ, വേക്കൻസി ഉള്ളൂ. പക്ഷേ ചെന്നൈ അങ്ങനെയല്ല, എല്ലാത്തിനും എന്തുണ്ട്, സ്കില്ലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ല് കൂടുതലാണെന്ന് സങ്കല്പിക്കാം. നിങ്ങൾ ടൈപ്പിംഗ് സ്കില്ല് അടിപൊളിയായിട്ട് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെന്നൈ ചൂസ് ചെയ്യാം. കാര്യം ചെന്നൈ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ, സോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഇനി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്താലും ടൈപ്പിംഗ് സ്പീഡ് ഒന്നും കിട്ടത്തില്ല. ടൈപ്പിംഗ് പോസ്റ്റുകളൊന്നും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരുവനന്തപുരം ചൂസ് ചെയ്യാം. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് എവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഓക്കെയാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ല് ഉണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് ഭാവിയിൽ അക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെന്നൈ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം, ചെന്നൈ ചൂസ് ചെയ്യാം. അതേസമയം നമുക്ക് ടൈപ്പിംഗ് സ്കില്ലില്ല, എന്നെക്കൊണ്ടത് കൂട്ടിയാൽ കൂടത്തുമില്ല, എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് നിൽക്കണം, അങ്ങനെയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യാം, തിരുവനന്തപുരം ചൂസ് ചെയ്യാം. പക്ഷേ തിരുവനന്തപുരത്ത് ഒരൊറ്റ പോസ്റ്റിന് മാത്രമേ എന്തുള്ളൂ, വേക്കൻസി ഉള്ളൂ, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഓക്കെ അല്ലേ? ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിനക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ പോകാൻ വില്ലിങ് ആണ്, അങ്ങനെയാണെങ്കിൽ മുംബൈ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊൽക്കത്ത ചൂസ് ചെയ്യാം. അതേസമയം എനിക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് വേണം, എനിക്ക് ടൈപ്പിംഗ് സ്കില്ല് ഉണ്ട്, എനിക്ക് അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ചെന്നൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേസമയം എനിക്ക് ടൈപ്പിംഗ് സ്കില്ലില്ല, എനിക്ക് അതിനെക്കൊണ്ട് കുട്ടിയെ കൂടത്തില്ല, നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, നിൽക്കണം, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ വേക്കൻസി നോക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ പ്രിഫറൻസ് ചെയ്ത് കൊടുക്കുക, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കുക. രണ്ടാമത് വന്നിട്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കുക. മൂന്നാമത് വന്നിട്ട് ഏത് കൊടുക്കുക, ട്രെയിൻസ് ക്ലർക്ക് കൊടുക്കുക. അതേസമയം നിങ്ങൾ ചെന്നൈ സോൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കുക, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കുക. രണ്ടാമത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ചൂസ് ചെയ്യുക. നാലാമതായിട്ട് എന്ത് ചെയ്യുക, ട്രെയിൻസ് ക്ലർക്ക് ചൂസ് ചെയ്യാം. ഇനി ടൈപ്പിംഗ് സ്കില്ലില്ല, ചെന്നൈ അപ്ലൈ ചെയ്യണം, ഫസ്റ്റ് പോസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാം, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞാൽ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ടൈപ്പിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെന്നൈ ചൂസ് ചെയ്യാം, ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാം, തിരുവനന്തപുരം ചൂസ് ചെയ്യാം. പക്ഷേ തിരുവനന്തപുരത്തിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ എന്തുള്ളൂ, വേക്കൻസി ഉള്ളൂ. ഓക്കെ അല്ലേ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ കൊന്നു കളഞ്ഞാലും ഈ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിലോട്ടൊന്നും പോകരുത്, ബീഹാർ സെക്ടറിലേക്കൊന്നും പോകരുത്. അവസ്ഥ ശോകമായിരിക്കും. 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ നാട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, ഇങ്ങോട്ടൊരു പോസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു PSC പരീക്ഷ എഴുതി നാട്ടിൽ നിൽക്കണം, അങ്ങനെ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കട്ട് ഓഫ് നമുക്ക് നോക്കാം. സോ കഴിഞ്ഞ കട്ട് ഓഫിന്, ഇത് CBT 2ൻ്റെ കട്ട് ഓഫാണ്. കഴിഞ്ഞ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൽ 2 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 ഏതൊക്കെയാണ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അത് കഴിഞ്ഞ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ഇത് 3 വന്നിട്ട് ലെവൽ 2 പോസ്റ്റുകളാണ്. സോ ലെവൽ 2 പോസ്റ്റിൻ്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ചെന്നൈ ആണെങ്കിൽ 57.99 കട്ട് ഓഫ്, ബാംഗ്ലൂർ ആണെങ്കിൽ 68.16 കട്ട് ഓഫ്, കൊൽക്കത്ത നോക്കുകയാണെങ്കിൽ 68.64 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 60.04 മാർക്കാണ് തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ്. സോ ചെന്നൈ, തിരുവനന്തപുരം കഴിഞ്ഞ പരീക്ഷ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്താണ്, കുറവാണ്.
പക്ഷേ കഴിഞ്ഞ പരീക്ഷയും ഇപ്പോഴത്തെ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് വേറൊരു യുഗത്തിൽ നടന്ന പരീക്ഷയാണ്, 2019 വന്ന നോട്ടിഫിക്കേഷൻ. ഓക്കെ, വേറൊരു യുഗത്തിൽ നടന്ന പരീക്ഷയാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബാക്കിയെല്ലാം നടന്നത്. നെക്സ്റ്റ് വൺ ലെവൽ 3 പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൽ 3 പോസ്റ്റ് അവിടെ ചെന്നൈയുടെ കട്ട് ഓഫ് എത്രയാണ്, 67.82 മാർക്കാണ്. ബാംഗ്ലൂർ ആണെങ്കിൽ 72.83 മാർക്ക്. കൊൽക്കത്ത ആണെങ്കിൽ 75.48 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ആണെങ്കിൽ 79.73 മാർക്കാണ് തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം കട്ട് ഓഫ് ലെവൽ 3 പോസ്റ്റിന് എന്താണ്, കൂടുതലാണ്. അപ്പോൾ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഒരു ലെവൽ 3 പോസ്റ്റാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം കട്ട് ഓഫ് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ എക്സാംസിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ. സോ ചെന്നൈ നോക്കിയേ, ചെന്നൈ സേഫാണ്. രണ്ടും എല്ലാം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ഓഫ് താഴെ നിൽക്കുന്ന എവിടെയാണ്, ചെന്നൈയാണ്. അപ്പോൾ ഇതാണ് കട്ട് ഓഫിനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, കഴിഞ്ഞ പരീക്ഷയുടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആലോചിച്ച് നോക്കുക, എനിക്ക് എവിടെയാണ് എനിക്ക് ജോലി ചെയ്യാനിഷ്ടം, അതാലോചിച്ചിട്ട് പതുക്കെ ഒരു രാത്രിയൊക്കെ എടുത്ത് 2 രാത്രിയൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് പതുക്കെ അങ്ങ് വച്ചേക്കുക. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ പോസ്റ്റ് മാത്രം മതി. ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യുക, അങ്ങ് വർക്ക് ചെയ്ത് തുടങ്ങുക. അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. മാക്സിമം പ്രാക്ടീസ് സെഷനിൽ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും, ജോലി കിട്ടും. നല്ലൊരു സ്ട്രാറ്റജി മാത്രം മതി, ഒരു വിഷൻ മാത്രം മതി, നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, പോയി പെട്ടെന്ന് ഉണ്ടാക്കുക. വലിയ സമയമൊന്നും എടുക്കത്തില്ല. OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ചയ്ക്കകത്ത് തന്നെ കിട്ടും. EWS ആണെങ്കിൽ മാത്രമേ ഇച്ചിരി പാട് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ വിചാരിക്കും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, URL അപ്ലൈ ചെയ്താൽ പോരെ. URL അപ്ലൈ ചെയ്യാം, അൺറിസർവ്ഡ് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ മൊത്തത്തിൽ എല്ലാത്തിൻ്റെ കട്ട് ഓഫ് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. URനേക്കാളും ഒരുപാട് കട്ട് ഓഫ് താഴെയാണ് EWSഉം പിന്നെ OBC ഒക്കെ. പ്രത്യേകിച്ച് EWSന് കട്ട് ഓഫൊക്കെ നല്ല താഴെ വരും. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. കാര്യം കട്ട് ഓഫ് താഴെയായിരിക്കും. പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ജോലി കിട്ടും. ഒരാഴ്ചത്തെ ഒരു മെനക്കേടിൻ്റെ കേസ് മാത്രമേ വരുന്നുള്ളൂ. അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെയാണ്? ഇത്രയും നന്നായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നമുക്കൊരു നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, വാട്സപ്പ് ചെയ്തിരുന്നാലും മതി. പിന്നെ നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, NTPCയുടെ ബാച്ച് CBT 1 ആൻഡ് CBT 2. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഞാനായിരിക്കും മെൻറ്റർ വരുന്നത്. ഒക്ടോബർ 9 നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ബാച്ച് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഇങ്ങനെയാണ്, ഫുൾ ലൈവ് ക്ലാസ്സുകളാവാം, അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈവ് ക്ലാസ് ലൈവ് ആയിട്ട് കാണാൻ മാത്രമേ എന്തുള്ളൂ, ഒരു രസമുള്ളൂ. പക്ഷേ ഒരു ലൈവ് ക്ലാസ്, ഒരു ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻ ഒരു കുട്ടി കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലൈവ് ക്ലാസ്സിനകത്ത് ഒരു കുട്ടി ചോദിച്ച ഡൗട്ട്സ് മൊത്തം എന്ത് ചെയ്യും, ആ ഫാക്കൽറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ലാഗായിട്ട് ഇങ്ങനെ കണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു റെക്കോർഡഡ് ക്ലാസ്സുകളാക്കാം. റെക്കോർഡഡ് ക്ലാസ്സുകളാക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻസ് മൊത്തം എന്ത് ചെയ്യാം, ലൈവ് ആക്കാം. അപ്പോൾ പിള്ളേർക്കും ഭയങ്കര എന്തായിരിക്കും, ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ കണ്ടൻറ്റ് സൂപ്പറായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഒരു ലാഗും എന്ത് ചെയ്യത്തില്ല, ഫീൽ ചെയ്യത്തില്ല. ആ ഉള്ള മണിക്കൂർ, ഉള്ള സമയം നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് നമ്മൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, മനുഷ്യ സാധ്യമായ എല്ലാം ഈ ബാച്ചിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. 3350 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്, മൊത്തത്തിലുള്ള ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. പിന്നെ സോണൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചൂസ് ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണെങ്കിൽ ഒക്ടോബർ 13 ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 20 എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മിനിറ്റ്, 20 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 20. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അണ്ടർ ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 20/10/2023. ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഒക്ടോബർ 13 അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷനും ബാക്കിയൊന്നും വരത്തില്ല. അത് നോക്കി എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. പിന്നെ സോണൊന്ന് ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്ന് വച്ചേക്കാം. സർട്ടിഫിക്കറ്റ്സൊക്കെ ഇനിയും സർട്ടിഫിക്കറ്റ്സ് മേടിക്കാൻ സമയമുണ്ട്. OBC NCL SC ഒക്കെ മേടിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, അതൊന്ന് പോയി മേടിക്കുക. പെട്ടെന്ന് അപ്ലൈ നിൽക്കുക. പ്രിപ്പറേഷൻ സൂപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റുകളുടെ പ്രത്യേകത നല്ല സാലറിയാണ് കേട്ടോ. അലവൻസും ബാക്കിയെല്ലാം നല്ലോണം കൂടുതലാണ്, നല്ല സാലറിയാണ്. ഇപ്പോൾ റണ്ണിങ് പോസ്റ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് അലവൻസും ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ കൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.